ഞാനൊരു സാഹസം കാണിച്ചു. സാഹസം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഓൺലൈനിൽ ഒരു റീഫർബിഷ്ഡ് റിന്യൂവ്ഡ് ഫോൺ വാങ്ങിച്ചു. കാഷിഫൈ എന്നുള്ള സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ വലിയ തെറ്റില്ലാത്ത ഒരു സൈറ്റാണത്. അവരാണെങ്കിൽ 6 months ഫ്രീ വാറണ്ടി തരുന്നുണ്ട്. പിന്നെ 15 days റീഫണ്ട് പോളിസി ഉണ്ട്. 32 level ചെക്കിംഗ് സിസ്റ്റമാണ് അവരുടെ. പിന്നെന്തോ അങ്ങനെ പിന്നെ സ്റ്റോറുകൾ, അത് കാഷിഫൈ സ്റ്റോർ നമ്മുടെ കേരളത്തിലുണ്ടോയെന്ന് അറിയില്ല. അവിടെ ചെന്നാലും നമുക്ക് സർവീസ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും എന്നാണ്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ബോക്സ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. കുലുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ദൈവത്തിനറിയാം എന്താണാവുമെന്ന്. എന്തായാലും നോക്കാം. ഇതെന്താണെന്നുള്ളത്, എന്ത് ഫോണാണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നമ്മൾക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഫ്രജൈൽ എന്നൊക്കെയുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതാണ്. പക്ഷേ എനിക്ക് അതിനകത്തൊരു കുലുക്കം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതിപ്പം നമുക്കിത് ഇങ്ങനെ വരഞ്ഞ് Congratulations. നമ്മുടെ ബോക്സ് പഠിച്ച ആദ്യമാണ്. Congratulations ആണ്. You are now part of the army of eco warriors who are helping humanity reduce the e-waste load on our planet. ഓഹോ, നമ്മുടെ ബ്ലേഡിലാണല്ലോ. ബ്ലേഡാണ് തൊട്ടാൽ മതി. ഓക്കെ, ഈ കത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ബോക്സ് ഇതാണ്. ഫോൺ പ്രോ എന്ന് വെച്ചാൽ എന്താണാവോ. ഇതിൻ്റെ കയറീസ്, അതിൻ്റെ ബില്ലുണ്ട്, ടാക്സ് ഇൻവോയ്സ് ഉണ്ട്, നമ്മുടെ ഫുൾ നെയിമും ആപ്പിൾ ഐഫോൺ. പറഞ്ഞില്ലല്ലോ, ഈ ഫോൺ ഐഫോണാണ്. ആപ്പിൾ ഐഫോൺ SE 2020 3GB 64GB ആണോ നമ്മൾ ഓർഡർ ചെയ്തത്? സെക്കൻഡ് ജനറേഷൻ അല്ല. സെക്കൻഡ് ജനറേഷൻ അത് തന്നെ. SE 2020 ആണല്ലോ സെക്കൻഡ് ജനറേഷൻ. റീഫർബിഷ്ഡ് മൊബൈൽസ് 8517 HSN കോഡ് 14,699. പക്ഷെ നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടി. ആ ഡിസ്കൗണ്ട് ഉൾപ്പെടെ നമുക്ക് 14,406 രൂപീസിന് ഇത് ലഭിച്ചു. ഇത് കാഷിഫൈ സ്റ്റോറാണ്. ഷിപ്പിംഗ് അഡ്രസ്സ് ഷോപ്പിഫൈ സ്റ്റോർ നോയിഡയിലൊക്കെ ഉണ്ട്. ഹരിയാനയിലാണ് ഇതിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്സ് വരുന്നത്. റീറ്റെയിൽ ഫിയസ്ത പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെയാണല്ലോ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് കളയാതെ വെച്ചേക്കാം, ആവശ്യം വരും. കാരണം 6 months വാറണ്ടി ഉള്ളതല്ലേ. ഇപ്പം നമ്മുടെ ബോക്സ് ഇതാണ്. പക്ഷെ ഇതിനകത്ത് എന്താണ് കിടന്ന് ചാടന? ഫോൺ ഇങ്ങനെ കിടന്നു. ഇതും നമ്മൾ പൊട്ടിക്കണമല്ലോ. അപ്പം നമുക്കിനി ഈ ബോക്സും തുറക്കാം. അതിനും ബ്ലേഡ് എടുക്കണം, നല്ലൊരു നൈഫ് വാങ്ങിക്കണം. ബ്ലേഡിൽ പിടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുള്ള സംഭവമാണ്. ഓക്കെ. Phone Pro is on a mission to empower you with certified refurbished pocket size tech at pocket friendly prices that comes with a 6 months warranty. ആയിക്കോട്ടെ, തുറന്നു വരൂ. അയ്യോ, നമ്മുടെ ആപ്പിളിൻ്റെ ലോഗോ. ഇത് ഫോൺ, വാറണ്ടി കാർഡ്, മറ്റേ സിം ട്രേ എജക്റ്റ് ചെയ്യാനുള്ള പിന്ന്. ഇതിനകത്ത് എന്തോ കൂടി ഉണ്ടല്ലോ. ചാർജറുണ്ട്. ചാർജർ 20 watt ചാർജറായിരിക്കും ഇത്. ബോട്ടിൻ്റെ 20 watt അല്ലേ? അതെ, 20 watt ചാർജറാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിളും. ഐഫോൺ സർട്ടിഫൈഡ് ആകുമ്പോൾ കണ്ട ലൈറ്റ്നിങ് കേബിൾ അല്ലേ, ചാർജിങ് കേബിളും. ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോൺ അങ്ങ് പുറത്തേക്ക് എടുക്കാം. നമ്മളുടെ മിന്നുന്ന റെഡാണ്. ഐഫോൺ SE 2020. വലിയ സ്ക്രാച്ചൊന്നും കാണുന്നില്ലല്ലോ. പ്രൊഡക്റ്റ് കവറൊക്കെ മാറ്റിയതാണാവോ. അതായത് നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ആപ്പിൾ ലോഗോ വന്നു. പോരട്ടെ. ചൈനീസ് ഭാഷയാണല്ലോ കാണിക്കണേ. ചൈനീസ് അല്ലേ? ഇതെങ്ങനെ നമ്മുടെ ഭാഷയിലേക്ക് ആക്കുമാവോ? അടുത്ത ഭാഷ ഹോല. പല ഭാഷകളിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം യെല്ലോ വന്നു. പ്രസ് ഹോം.
ഇതായിരിക്കില്ലേ ഹോം. ഇംഗ്ലീഷ്. നമ്മുടെ രാജ്യം ഏതാണ്? പറയൂ, നമ്മുടെ രാജ്യം ഏതാണ്? നമ്മൾ ഇന്ത്യയിലല്ലേ? ഇന്ത്യ എന്നുള്ളൂ, ഭാരത് എന്നില്ല. ഇറ്റ് മേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു ആക്ടിവേറ്റ് യുവർ ഐഫോൺ. അതൊക്കെ ഉള്ളതാണോ ആവോ? Apple collects hardware identifiers from your iPhone in order to identify and activate it on our services. ആയിക്കോട്ടെ, ചാർജ് വളരെ കുറവാട്ടോ. ഓക്കെ, കണ്ടിന്യൂ. സെറ്റപ്പ് ഫോർ മൈസെൽഫ്. കണ്ടിന്യൂ. ഇതൊക്കെ വേണോ ഇനി? ഇതെവിടെ സെറ്റ് ഇതായിരിക്കും അല്ലേ? കാഴ്ചയിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ ഫോൺ. സ്ക്രാച്ചൊന്നും നോക്കിയിട്ട് കണ്ടില്ല. ഇവിടെ എവിടെയോ ഒരു ചെറിയതായിട്ടൊരു പെയിൻറ്റ് പോയ പോലെ ഉണ്ട്. ബാക്കിയൊക്കെ നല്ല 3 കണ്ടീഷനിലായിട്ടാണ് ഇവർ ഈ ഫോൺ വിൽക്കുന്നത്. ഇവരെല്ലാം ഇതിൽ ഐഫോണും സാംസങ്ങിൻ്റെ ഒക്കെ ഫോണുണ്ട്. ഫെയർ, ഗുഡ്, സൂപ്പർ. പരമാവധി ഗുഡ് അല്ലെങ്കിൽ പറ്റുമെങ്കിൽ സൂപ്പർ. ഇത് രണ്ടും എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ക്യാമറ മാത്രമാണ്, വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നോക്കട്ടെ, ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറ വെച്ചാണ്. സിനിമാറ്റിക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് എൻ്റെ റിയർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ 1080pയിലായിരിക്കും, നിങ്ങൾ കാണുക 1080pയിലായിരിക്കും. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1080p 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ്. എക്സ്പോർട്ട് ചെയ്യുന്നതും 30 അല്ലെങ്കിൽ 60 ആയിരിക്കും. 1080p ഞാൻ കൂടുതൽ എടുക്കാറ്. ഇതിൽ 4K വരെ എടുക്കാം, 4K 60 വരെ എടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത് അത് HEVC ഫോർമാറ്റിലായിരിക്കും. നമുക്കത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. MOV ഫയലായിരിക്കും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ സുഖം MP4 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ 1080pയിൽ തന്നെയാണ് എടുക്കുന്നത്. യൂസ് ചെയ്തിടത്തോളം വളരെ നല്ലൊരു എന്താ പറയുക തീരുമാനം തന്നെയായിരുന്നു. സാഹസമൊന്നുമല്ല. നമ്മളൊരു റീഫർബിഷ്ഡ് മൊബൈൽ Cashify എന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇത് കുറച്ചാൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഐഫോൺ വാങ്ങിക്കാം.